ദളപതി വിജയുടെ കൂടെ മീര ജാസ്മിൻ അഭിനയിച്ച ഒരേ ഒരു സിനിമയുള്ളൂ, പുതിയ ഗീത. പക്ഷെ ഇത് കൂടാതെ വേറൊരു രണ്ട് സിനിമയിലും കൂടി ഇവർ അഭിനയിക്കേണ്ടതായിരുന്നു. ആ ഒരു സിനിമകളെ കുറിച്ച് ഞാൻ പറയാം. തമിഴ് സിനിമയിലെ ഒരു ഹിറ്റ് മേക്കർ ആയിരുന്നു, ഇപ്പോഴും അതെ, ലിംഗുസ്വാമി. ഇപ്പൊ അദ്ദേഹം സിനിമകൾ കുറവാണ്. ലിംഗസ്വാമിയുടെ ഏറ്റവും വലിയൊരു ഹിറ്റ് സിനിമയുണ്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? 90s കിഡ്സ് ഒക്കെ ഒരു പക്ഷെ കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കും ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. റൺ എന്ന സിനിമയാണ്. മാധവൻ എന്ന നടൻ, അദ്ദേഹം ഒരു അലേപ്പായുധയിലൂടെ ഒക്കെ വന്നൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മണിരത്നമാണ് പറഞ്ഞത്, ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചോ. അങ്ങനെ മാധവൻ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റാണ് റണ്ണ്. സൂപ്പർ ഹിറ്റ് സിനിമ, സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. മീര ജാസ്മിൻ സിനിമയിൽ വന്ന ഒരു സമയമാണ്, വന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ തമിഴിലൊരു ഓപ്പണിംഗ്, നല്ലൊരു ഓപ്പണിംഗ് കിട്ടി. ഗംഭീര സിനിമ തന്നെയായിരുന്നു ആ സിനിമ. ശരിക്കും അന്ന് ലിംഗുസ്വാമി വിജയുടെ വെച്ചാണ് അന്ന് പ്ലാൻ ചെയ്തത്. നമുക്ക് ഇന്ന് കാണുമ്പോൾ മനസ്സിലാവും അതൊരു ശരിക്കും ഒരു വിജയ്ക്ക് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണെന്ന്. അന്നിങ്ങനെ മാധവനെ പോലത്തെ റൊമാൻറ്റിക് ഹീറോനെ ഒന്നും ആരും ചിന്തിക്കില്ല. വിജയ് ആ സ്ക്രിപ്റ്റ്, പക്ഷെ എന്തോ അന്ന് വിജയുടെ സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്ന വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ സാറാണ്. അദ്ദേഹം സ്ക്രിപ്റ്റ് കേട്ടിട്ട് എന്തോ ഒരു പക്ഷെ വിജയ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു വിജയ് മുമ്പ് ചെയ്ത പല സിനിമകളുടെ ഒരു റിപ്പീറ്റേഷൻ എന്നൊക്കെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കാം. എന്തായാലും വിജയ് അന്നത് ചെയ്തില്ല. അതിന് പകരം അതിന് പകരം വേറെ ഏതോ ഒരു, എനിക്ക് തോന്നുന്നു പുതിയ ഗീതയാണ്, വേറെ ഏതൊരു സിനിമയാണ് വിജയ് അന്ന് അതിന് പകരം തമിഴൻ എന്ന സിനിമയാണ് വിജയ് അന്ന് ഇതിന് പകരം സെലക്ട് ചെയ്തത്. പക്ഷെ തമിഴിനെക്കാട്ടൊക്കെ എത്രയോ വലിയൊരു വിജയമായിട്ട് റൺ സിനിമ മാറി. അത് ഗംഭീര സിനിമ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇതുപോലെ തന്നെ മറ്റൊരു സിനിമ ലിംഗുസ്വാമിയുടെ തന്നെ ഒരു സിനിമയാണ് സണ്ടക്കോഴി. സണ്ടക്കോഴി ഇതുപോലെ തന്നെ വിജയനെ മനസ്സിൽ കരുതിയിട്ടാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം വിജയുടെ അടുത്ത് പോകുന്നു. അന്ന് വിജയുടെ അടുത്ത് കഥ പറയുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് വിജയുടെ അടുത്ത് സംസാരിച്ചു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ വിജയ് പറഞ്ഞു ഇനി പറയണ്ട, കാരണം അതിൽ ആ അച്ഛൻ ക്യാരക്ടർ ഉണ്ട്, രാജ് കിരൺ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ നമ്മൾ സിനിമ കാണുമ്പോഴറിയാം അതൊരു അച്ഛൻ ക്യാരക്ടർ. അപ്പൊ എന്നിട്ട് വിജയ് പറഞ്ഞു അത് ഞാൻ ചെയ്ത ശരിയാവില്ല. ഇത് അന്ന് വിജയുടെ ഒരു ഇമേജ്, വിജയ് അപ്പോഴേക്കും ഈ റൺ നടക്കുന്നത് 2002-ലാണ്, സണ്ടക്കോഴി 2005 ആ ഒരു ടൈമിലാണ്. അപ്പൊ തന്നെ വിജയ് പറഞ്ഞു ഇത് ഓൾറെഡി ഒന്ന് ഗില്ലിയൊക്കെ കഴിഞ്ഞ് തിരിപ്പാച്ചി വിജയ് വേറൊരു ട്രാക്കിലോട്ട് മാറി ഇങ്ങനെ ആക്ഷൻ ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ വിജയ് ഇത് പിന്മാറി കഴിഞ്ഞപ്പോഴാണ് വിശാൽ അന്ന് അതിനു മുമ്പ് ചെല്ലമ്മ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ അന്ന് ചെയ്തിട്ടുള്ളൂ. വിശാൽ ഇത് അറിഞ്ഞിട്ട് വിശാൽ തേടി പോയതാണ് എന്നുള്ളത് വിശാല് തന്നെ പലപ്പോഴും അഭിമുഖത്തിൽ പറഞ്ഞു. വിശാല് പോകുന്നു, വിശാല് പോയിച്ചു. അപ്പൊ അന്ന് ലിംഗുസ്വാമിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ വിശാല് ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതിനു വേണ്ടി കുറച്ച് ട്രെയിൻ ചെയ്ത് അങ്ങനെയാണ് കൺവിൻസ് ചെയ്യിപ്പിച്ച സംവിധായകനെ. അങ്ങനെയാണ് വിശാല സിനിമ ചെയ്തത്. സണ്ടക്കോഴി മുഗ്രൻ സിനിമയാണ്. അന്നും എന്റെ കോളേജ് കാലഘട്ടമാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ എന്റെ ക്ലൈമാക്സ് ഒക്കെ ഫൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നീട് സണ്ടക്കോഴി 2 വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെ അത് ഏറ്റില്ല. പക്ഷെ സണ്ടക്കോഴി വിശാലിന്റെ കരിയറിലും ഭയങ്കര ഗുണം ചെയ്തിട്ടുള്ളതാണ്. അതിലും നായിക മീര ജാസ്മിൻ ആണ്. കാരണം അതിലെ പാട്ട്, അതിലെ ദാമണി പോട്ട ദീപാവലി എന്ന് പറഞ്ഞ യുവൻ ശങ്കർ രാജയുടെ സോങ് ഒക്കെ ഒരു ഉഗ്രൻ സോങ്സ് തന്നെയായിരുന്നു. അപ്പൊ ഈ രണ്ട് സിനിമകളും, അതിന്റെ രണ്ട് സിനിമകളുടെയും ആദ്യത്തെ ഓപ്ഷൻസ് മീര ജാസ്മിൻ ഒന്നും അല്ലായിരുന്നു. വേറെ പല ആർട്ടിസ്റ്റുകളെയൊക്കെ നോക്കിയിട്ടാണ് അവസാനം മീര ജാസ്മിനിലേക്ക് എത്തിയത്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ വിജയ് ആദ്യം ഈ ഓക്കെ പറഞ്ഞു, വിജയ് രണ്ട് സിനിമയും ഓക്കെ ചെയ്യുന്നു, ഇതേപോലെ തന്നെ നായികമായിട്ട് മീര ജാസ്മിൻ വരുന്നു. അപ്പൊ രണ്ട് സിനിമയും ഒന്ന് സങ്കല്പിച്ച് നോക്കൂ മീര ജാസ്മിന്. കാരണം നമ്മൾ പുതിയ ഗീതയൊന്നും ഇന്ന് നമ്മൾ അങ്ങനെ അധികം ഓർക്കുന്ന ഒരു സിനിമയല്ല. വിജയുടെ ഒരു 2000 ശേഷമുള്ള അധികം ആളുകൾ ചർച്ച ചെയ്യാത്ത സിനിമകൾ ഒരു സിനിമയാണ് പുതിയ ഗീതയും. പക്ഷെ മീര ജാസ്മിൻ അതല്ലാതെ വേറെ ആയുധെഴുത്ത് പോലത്തെ സിനിമകളും ഒക്കെ വേറെയും കുറെ സിനിമകളൊക്കെ മീര ജാസ്മിൻ തമിഴൊക്കെ ചെയ്തിട്ട് നല്ല പേരെടുത്തിട്ടുണ്ട്. പക്ഷെ വിജയുടെ കൂടെ അങ്ങനെ ഒരു കോംബോ വരാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഇന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് അത് വിജയും മീര ജാസ്മിൻ ആയിരുന്നെങ്കിൽ അത് രസകരമായിട്ടുള്ള ഒരു പെയർ ആകുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു പിന്നീട് ഇത് വിശാൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കൽ ഡയറക്ടറെ കണ്ട് വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അതൊരു പുതിയ വിശാലിനെ പോലത്തെ ഒരു പുതുമുഖം വന്നപ്പോഴാണ് അതിനൊരു ഫ്രഷ്നെസ് വന്നത്. അത് വിശാൽ തന്നെയായിരുന്നു നല്ലത്. അതുകൊണ്ട് തന്നെ സിനിമ നന്നായി എന്നുള്ളത് പിന്നീട് വിജയ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ഈ പറഞ്ഞ എന്റെ ചില തോട്ട്സ് അത് നിങ്ങൾക്ക് യോജിക്കാവുന്ന കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം.